സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് ആധുനിക ചികിത്സയായ ചികിത്സാ സമ്പ്രദായങ്ങളും പ്രകൃതിയുടെ ചികിത്സ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ചികിത്സയല്ല, പ്രകൃതിയുടെ താളങ്ങൾക്കനുസരിച്ച് നടത്തുന്ന ചികിത്സയും തമ്മിലുള്ള ഒരു താരതമ്യമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് ചികിത്സ എന്നത് തന്നെ എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ചിട്ട് പ്രാഥമികമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. മനുഷ്യന് ഇവിടെ പ്രകൃതിയുടെ താളങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ സുഖമായിട്ട് അങ്ങനെ പോകുന്നു. അപ്പോഴാണ് പലതരം രോഗങ്ങൾ എന്ന് പറയുന്ന കുറേ അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നത്. ജലദോഷം, പനി, വയറിളക്കം, ഛർദി, വയറുവേദന, തലവേദന, പല്ലുവേദന, അങ്ങനെ തുടങ്ങി ആസ്തമ, അലർജി, പ്രമേഹം, പ്രഷർ, മറ്റ് ഭീകരമായ രോഗങ്ങൾ, അതായത് ക്യാൻസർ, രക്താർബുദം എന്നൊക്കെ പറയുന്നത്, അങ്ങനെയുള്ള ഈ രോഗങ്ങളൊക്കെ തന്നെ ഈ രോഗം എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മളാകെ പണ്ട് ദൈവം എന്ന് കേൾക്കുമ്പോഴേക്ക് അതൊരു ഉത്തരമായിരുന്നു, അതിനെ ആരും ചോദ്യം ചെയ്യില്ലായിരുന്നു. അതേപോലെ തന്നെ ഉള്ള മറ്റൊരു മേഖലയായിട്ട് ഈ ചികിത്സാ സമ്പ്രദായം മാറുകയാണ്. ചികിത്സ നടത്തുന്നത് ആരായിരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ മറ്റുള്ളവരെക്കാളും വിവരമുള്ള ആളാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ എന്ത് പ്രയോഗിച്ചാലും അത് അംഗീകരിക്കുക എന്നുള്ളത് ചികിത്സ നടത്തപ്പെടുന്നവൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. അപ്പോൾ ദൈവം എന്നത് പോലെ തന്നെ ഉള്ള മറ്റ് ഒരു ദുരൂഹമായ കാര്യമാണ് ഈ രോഗങ്ങൾ എന്നത്. എങ്ങനെയുണ്ട് ദൈവം എങ്ങനെ ഉണ്ടായിരുന്നോ, ദൈവം എവിടെ ഇരിക്കുന്നോ ഒന്നും അറിയില്ലെങ്കിലും ദൈവം ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം, ദൈവത്തിൻ്റെ സൃഷ്ടിയും അറിയാം. അതേപോലെ തന്നെയാണ് രോഗത്തിൻ്റെ അവസ്ഥ. രോഗം എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്, പക്ഷെ എങ്ങനെ ഉണ്ടായിരുന്നോ, എവിടുന്ന് വന്നോന്നോ, എങ്ങനെ അത് പോവുകയെന്നോ അറിയില്ല. അപ്പോൾ അതിനെ ചികിത്സിക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അയാൾ എന്നും ആ സമൂഹത്തിലെ ഉന്നതനായ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലീഡർ തന്നെ ആയിരിക്കും, ആത്മീയ ലീഡറെങ്കിലും ആയിരിക്കും. അപ്പോൾ ദൈവം എന്നത് നിർഭാഗ്യവശാൽ, ഞാൻ ആ സങ്കല്പത്തിനെയാണ് പറയുന്നത് കേട്ടോ, അതിൻ്റെ പല അബദ്ധങ്ങളും പല അത്യാചാരങ്ങൾ തന്നെ പറയാവുന്ന രീതിയിലുള്ള അവകാശവാദങ്ങളും നടത്തിയത് കൊണ്ട് തന്നെ അത് ഈ ആധുനിക കാലത്ത് മനുഷ്യന് പുതിയ പുതിയ ഉപകരണങ്ങൾ കണ്ടെത്തി ഈ ലോകത്തിൻ്റെ വ്യവസ്ഥയും അതിൻ്റെ രീതികളും കൂടുതൽ മനസ്സിലാക്കിയതോടുകൂടി പലതും പിന്നെ അലിഞ്ഞില്ലാതാവുന്നതായിട്ടും ശക്തി കുറഞ്ഞതായിട്ടും തോന്നുന്നു. അപ്പോൾ ദൈവം എന്നത് യഥാർത്ഥത്തിൽ ഒരു അന്വേഷണത്തിൻ്റെ ഉത്തരമാണ്. എങ്ങനെ ഈ ലോകം ഉണ്ടായി, ലോകത്തിൻ്റെ അസ്തിത്വം എന്താണ്, അത് ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന എല്ലാ അവസ്ഥയിലും പല വസ്തുക്കളും ഉണ്ടാവുന്നു, അത് നശിക്കുന്നു, ഇതൊക്കെ കാണുന്നു. മാത്രമല്ല ഉപകരണങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, എല്ലാ ഉപകരണങ്ങളും ആരെങ്കിലും ഉണ്ടാക്കുന്നതാണ്. അതേപോലെ തന്നെ എന്നുള്ള അതിൻ്റെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതേപോലെ തന്നെ മനുഷ്യനാണെങ്കിൽ ഒരാളുണ്ടാവുന്നു, അയാൾ ഉണ്ടാക്കുന്ന വേറെ ആൾക്കാരെ, ഇങ്ങനെയുള്ള ആ ഒരു സമവാക്യവുമായിട്ട് താരതമ്യം ചെയ്തിട്ടാണ് ഈ അന്വേഷണത്തിൻ്റെ അവസാനത്തിലാണ് നമ്മൾ ഈ ദൈവത്തിലെത്തുന്നത്.
അതേപോലെ തന്നെ രോഗം എന്നത് വ്യത്യസ്ത ഓരോ അവയവത്തിനും ഉണ്ടാവുന്ന രോഗങ്ങൾ വ്യത്യസ്ത പേരുകളിട്ട് വ്യത്യസ്ത അതിന് ഏത് അവയവത്തിന് എങ്ങനെ ഉണ്ടാവുന്നു എന്ന് നമ്മൾ കണ്ടെത്താൻ നമ്മുടെ ശാസ്ത്രത്തിനും നമ്മുടെ രീതികൾക്കും അന്വേഷണ ഉപകരണങ്ങൾക്കൊക്കെ കഴിഞ്ഞതോടുകൂടി പേരുകൾ കുറേ ഇട്ടു എന്നല്ലാതെ എന്തുകൊണ്ട് ഈ രോഗം ഉണ്ടായിന്നോ അത് എങ്ങനെയാണ് തിരിച്ച് ആരോഗ്യത്തിന് പുനഃസ്ഥാപിക്കപ്പെടുമോ എന്നോ അറിയില്ലെങ്കിൽ പോലും നമ്മൾ ചികിത്സ എന്ന ഒരു സമ്പ്രദായം പല രൂപത്തിൽ തുടങ്ങി നിർത്തും. പല രൂപത്തിൽ നിന്നാണ് ആദ്യം തുടങ്ങിയത്. നമ്മളെ ഈ സസ്യങ്ങളിലും മറ്റൊക്കെ ഉള്ള പല പല വസ്തുക്കളും എടുത്തിട്ടാണ്. അത് നമ്മൾ സാധാരണ കാണുന്ന മണത്തിനും രുചിക്കും നിറത്തിനും ഒക്കെ വ്യത്യസ്തങ്ങളായ സസ്യങ്ങളും അതിൻ്റെ ഇല, പൂവ്, കായ, തടി, വേര് ഇതൊക്കെ എടുത്തിട്ട് ഉപയോഗിച്ച് തൊട്ടിപ്പം രോഗം മാറാൻ തുടങ്ങി. അത് പിന്നീട് രാസവസ്തുക്കൾ ഈ കെമിസ്ട്രി 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും കെമിസ്ട്രി വളർന്നതോടുകൂടി വികസിച്ചതോടുകൂടി രാസവസ്തുക്കളും കൂടി നമ്മൾ ഈ മരുന്നായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് മരുന്നുകളുടെ അല്ലെങ്കിൽ ഫാർമക്കോളജിയുടെ, ഫാർമസിയുടെ, മെഡിസിൻ്റെ ഒക്കെ ഭീകരമായ ഒരു വ്യവസായം തന്നെ വളർന്ന്, അതിന് മുമ്പ് എങ്ങനെയാണോ ഒരു മതത്തിൻ്റെ വ്യവസായം വളർന്നിരുന്നത്, മത പുരോഹിതന്മാരും മത അനുശാസനങ്ങളും കൊണ്ട് ഒരു വലിയ ചർച്ച് അല്ലെങ്കിൽ മസ്ജിദ് പോലുള്ളതൊക്കെ എങ്ങനെ സുന്ദരമായിട്ട് വളർന്ന് വികസിച്ചിരുന്നു, അതേപോലെ സമാന്തരമായിട്ട് ഈ മരുന്ന് വ്യവസായം അല്ലെങ്കിൽ ഔഷധ വ്യവസായം വളർന്ന് വലുതായി എന്നുള്ളതാണ് സത്യം. ഇന്ന് ലോകത്തെ ആകെ ഭരിക്കുന്നത് പണ്ട് കാലത്ത് ദൈവമാണെങ്കിൽ ഇന്ന് അറിഞ്ഞും അറിയാതെയും മറഞ്ഞും പ്രത്യക്ഷമായും ഒക്കെ ലോകത്ത് തന്നെ ഭരിക്കുന്ന അവസ്ഥയിലേക്ക് ഔഷധ വ്യവസായം എത്തിയിരിക്കുന്നു എന്നതാണ് പല മേഖലകളിലും നമുക്കറിയാം. കാരണം ഇന്ന് ഈ ഔഷധത്തിൻ്റെ ലേബലൊട്ടിച്ച ഡോക്ടർമാരും അല്ലെങ്കിൽ മെഡിക്കൽ സയൻസുമാണ് എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഈ ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പാടുണ്ടോ, അകത്തിരിക്കാൻ പാടുണ്ടോ, ഇനി എങ്ങനെ അകറ്റി നിർത്തണം, അടുപ്പിച്ച് നിർത്തണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് പോലും പ്രസിഡൻ്റോ അല്ലെങ്കിൽ ഭരണകർത്താക്കളോ ഭരണകൂടമോ അല്ല, അതിനെപ്പോലും നിയന്ത്രിക്കുന്ന മെഡിക്കൽ സയൻസായി മാറിക്കഴിഞ്ഞു. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് 3 രാഷ്ട്രത്തലവന്മാരുടെ 2 ആഫ്രിക്കയിലും 1 ലാറ്റിൻ അമേരിക്കയിലുമാണെന്ന് തോന്നുന്നത്. അവരുടെ തല തന്നെ പോയത് ഈ കോവിഡ് എന്ന് പറഞ്ഞ സാധനം ഇല്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ അത് വൃത്തിയായിട്ട് ജീവിച്ചാൽ മതി എന്ന അഭിപ്രായം പറഞ്ഞതുകൊണ്ടാണ് നിർത്തുന്നത്. അതേപോലെ ഉന്നതമായ നിലവാരത്തിലേക്ക് ഔഷധ വ്യവസായം എത്തിയിരിക്കുന്നു. എന്തായാലും ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ആധുനിക ചികിത്സയെയും പ്രകൃതിയുടെ ചികിത്സയും, ആധുനിക ചികിത്സ എന്ന് പറഞ്ഞാൽ അതിന് രാസചികിത്സ എന്നും ശാസ്ത്രീയ ചികിത്സ എന്നും ഉപകരണ ചികിത്സ എന്നും അല്ലെങ്കിൽ വിജ്ഞാന ചികിത്സ എന്നും മനുഷ്യൻ്റെ അറിവിനനുസരിച്ച് വളർന്ന ചികിത്സ എന്നൊക്കെ പറയാം. നേരെ മറിച്ച് പ്രകൃതിയുടെ ചികിത്സ എന്ന് പറഞ്ഞാൽ സീറോ ബജറ്റ് ഹെൽത്ത് റെസ്റ്റോറേഷൻ, അല്ലെങ്കിൽ അതായത് ഒരു ചിലവുമില്ലാതെ പ്രകൃതി തന്നെ ആരോഗ്യ പുനഃസ്ഥാപനം നടത്തുന്ന രീതി,
അല്ലെങ്കിൽ ദൈവ ചികിത്സ, ദിവ്യ ചികിത്സ, സ്വാഭാവിക ചികിത്സ, വിശ്വാസ ചികിത്സ, വിവേക ചികിത്സ, വിശ്രം ചികിത്സ, പാസീവ് ട്രീറ്റ്മെൻറ്റ്. ഒന്ന് ആക്റ്റീവ് ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ മറ്റേത് പാസീവാണ്. മാത്രമല്ല ഒന്നനുസരിച്ച് ശരീരത്തിന് വിവരമൊന്നുമില്ല, ശരീരത്തിന് വേണ്ട വിവരവും ശരീരത്തിന് വേണ്ട നിയന്ത്രണവും നമ്മൾ ചെയ്താലേ ശരീരം രോഗം മാറ്റുള്ളൂ. ശരീരത്തിന് സ്വന്തം രോഗം മാറ്റാനുള്ള ഒരു കഴിവില്ലാത്തത് കൊണ്ട് നമ്മൾ പുറമെ നിന്ന് മാറ്റിയാലേ, പുറമെ നിന്നുള്ള ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് കൊടുത്താൽ മാത്രമേ രോഗം മാറുള്ളൂ എന്നതാണ് ആധുനിക ചികിത്സയുടെ അല്ലെങ്കിൽ എല്ലാ ചികിത്സകളുടെയും അടിത്തറ. ശരീരത്തിന് സ്വയമായിട്ട് അല്ലെങ്കിൽ പ്രകൃതിക്ക് സ്വയമായിട്ട് രോഗം മാറ്റാൻ കഴിയില്ല. രോഗം എന്നത് സ്ഥായിയായുള്ളതാണ്. അത് മാറ്റണമെങ്കിൽ നമ്മൾ ശ്രമിക്കണം എന്ന അടിസ്ഥാന തത്വം. നേരെ മറിച്ച് പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് അങ്ങനെയല്ല. പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് എല്ലാ ജീവനും തൻ്റെ ചുറ്റുപാടുകളിൽ ഉണ്ടാവുന്ന വ്യത്യാസത്തിനനുസരിച്ച് തൻ്റെ ശരീരത്തിന് മാറാൻ കഴിയും. ആ മാറ്റം സെൽഫ് അഡാപ്റ്റീവ് ആണ്, സെൽഫ് റിപ്പയറിംഗ് ആണ്, സെൽഫ് ഹീലിംഗ് ആണ്. ഈ മാറ്റത്തിനനുസരിച്ച് മാറാനുള്ള കഴിവ് ഒരു പരിധി വരെ ഉള്ളൂ. ആ പരിധി കഴിഞ്ഞാൽ അത് ഇല്ലാതാവും, ജീവൻ ഇല്ലാതാവും. അപ്പോൾ ജീവൻ ഉള്ളിടത്തോളം കാലം പ്രകൃതിക്ക് അനുസരിച്ചുള്ള നമുക്ക് കിട്ടുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ച് മാറാൻ കഴിയും. ഇങ്ങനെയുള്ളൊരു മാറ്റമാണ് യഥാർത്ഥത്തിൽ രോഗങ്ങൾ തന്നെ. രോഗങ്ങൾ തന്നെ വേണ്ടാത്ത വസ്തുക്കൾ അകത്തേക്ക് കൊടുക്കുമ്പോൾ, ഇൻപുട്ട് അകത്തേക്ക് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ടായിട്ട് വരുന്നതാണ് രോഗങ്ങൾ. അതായത് ഇതിനെ പുറന്തള്ളാനായിട്ടുള്ള രീതിയാണ് അത്. ജലദോഷം മുതൽ പേരുകൾ പലതിട്ടാലും എല്ലാത്തിൻ്റെയും ധർമ്മം, ഫങ്ഷൻ ഒന്ന് തന്നെയാണ്. എന്താണ്? ശരീരത്തെ ശുദ്ധീകരിക്കുക. പനി വന്നാലും ജലദോഷം വന്നാലും ഒക്കെ, പനി വന്നാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, വായ നാറും, അതേപോലെ മൂത്രത്തിന് നല്ല കളറുണ്ടാവും, ശരീരം തന്നെ വേർപ്പ് നാറും. മാത്രമല്ല നമ്മളവിടെ കിടക്കണം, ക്ഷീണം വരും. അപ്പോൾ ക്ഷീണം ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക? ക്ഷീണം ഉണ്ടെങ്കിൽ പ്രകൃതിയുടെ ഭാഷയാണ് അവിടെ കിടക്കുകയെന്ന്. അവിടെ കിടക്കുക എന്ന് പറയില്ല പ്രകൃതി ക്ഷീണം വരുത്തി, അപ്പോൾ നമ്മളറിയാതെ കിടക്കും. ആ കിടക്കുന്നതിന് പകരം അങ്ങനെ കിടക്കാൻ പറ്റില്ല എന്നിരുന്നെങ്കിൽ പ്രകൃതി വിരുദ്ധമാവും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ എന്താണ് രോഗം ഉണ്ടാവാനുള്ള കാരണം എന്നതാണ് അടുത്തതായിട്ട് ആലോചിക്കാനുള്ളത്. ഒന്ന്, കാരണം എന്ന് പറഞ്ഞത് ഈ അലോപ്പതിയിലും മറ്റ് ചികിത്സകളിലൊന്നും കാരണത്തെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് അറിയില്ല. ഇന്ന അവയവത്തിനാണ് എന്നും ഈ അവയവത്തിനുള്ള പ്രത്യേകതകൾ ഇന്നതാണെന്നും ഒക്കെ നമുക്കറിയാം. പക്ഷേ എന്തുകൊണ്ടാണ് ഈ രോഗം ഉണ്ടായത് നാം അതാണ്ട് ഒഴിവാക്കിയാൽ മതിയല്ലോ, അല്ലെങ്കിൽ അത് അണ്ടു ചെയ്താൽ മതിയല്ലോ. അതിനൊന്നും അറിയില്ല. അതാണുള്ള കുഴപ്പം. അതായത് പല ചികിത്സകൾ ദുരൂഹമാണ്. ഈ ചികിത്സകൾ അതുകൊണ്ടാണ് പല ചികിത്സകളും ഉണ്ടായത്. ഇപ്പോൾ അലോപ്പതി ഇവിടെ ഉണ്ട്, ആയുർവേദം ഉണ്ട്, ഹോമിയോ ഉണ്ട്, യൂനാനി ഉണ്ട്, പിന്നെ പ്രകൃതി ചികിത്സ ഉണ്ട്. ഇങ്ങനെയുള്ള പല ചികിത്സകളും ഉണ്ടാവാൻ തന്നെയുള്ള കാരണം ഒരു ചികിത്സ കൊണ്ട് കൃത്യമായി കണിശമായ ഒരു ശാസ്ത്രീയമായ രീതിയിൽ നമുക്ക് നിഗമനം നടത്താൻ കഴിയാത്തത് കൊണ്ടാണ്. നേരെ മറിച്ച് ഈ രോഗകാരണങ്ങളെക്കുറിച്ചിട്ട് പ്രകൃതിയുടെ ചികിത്സക്കാർ പറയുന്നത്, പ്രകൃതി ചികിത്സകല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ആധുനിക കാലത്ത് അതായത് 20-ാം നൂറ്റാണ്ടിലെ സാമാന്യ ആപേക്ഷികത സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ
ഒറ്റ വൈക്കോൽ വിപ്ലവത്തിലൂടെ ഉണ്ടായ ചെയ്യാതിരിക്കലാണ്. ചെയ്യുന്ന കാര്യങ്ങൾ പലതും ചെയ്യാതിരുന്നാൽ കൂടുതൽ വിളവുണ്ടാവും എന്ന ആശയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ചികിത്സക്കാണ് ഞാൻ പ്രകൃതി ചികിത്സ എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രകൃതിയുടെ ചികിത്സ. ആ പ്രകൃതിയുടെ ചികിത്സയുടെ കാരണമനുസരിച്ച് അത് ഹെബർട്ട് ഷെൽട്ടണ് പോലുള്ള കുറേ മഹാരഥന്മാരായ ഡോക്ടർമാർ അവതരിപ്പിച്ച ഒരു തിയറിയാണ്. അതനുസരിച്ച് പ്രകൃതിയുടെ നിയമങ്ങൾ തെറ്റിക്കുന്നത് കൊണ്ടുള്ള പ്രകൃതിയുടെ റിയാക്ഷനാണ്, പ്രകൃതിയുടെ സൂചനയാണ്, പ്രകൃതിയുടെ വാക്കുകളാണ്, പ്രകൃതിയുടെ ഭാഷയാണ് രോഗങ്ങൾ. ജലദോഷമാണെങ്കിൽ മൂക്കിലൂടെ ആവശ്യത്തിൽ കൂടുതൽ കഫം ശരീരത്തിനകത്തുള്ളത് കൊണ്ടാണ്, അതിനെ പുറന്തള്ളുകയാണത്. അതേപോലെ തന്നെ പനി, ജലദോഷം, ഇതൊക്കെ തന്നെ വേണ്ടാത്ത വസ്തുക്കളെ പുറന്തള്ളാനുള്ള പ്രകൃതിയുടെ പരിപാടിയുടെ ഭാഗമായിട്ടുള്ളതാണ്. അത് മുഖക്കുരു ആണെങ്കിലും പിന്നെ താരനാണെങ്കിലും ഈ കാലിലുള്ള വിള്ളലാണെങ്കിലും കാലിലുള്ള ചൊറിയാണെങ്കിലും ഇതൊക്കെ തന്നെ പ്രകൃതിയുടെ അകത്തേക്ക് കൊടുക്കുന്ന വസ്തുക്കൾ കൂടുതലാകുന്നതുകൊണ്ട് പുറത്തേക്ക് കളയുകയാണ്. ഇപ്പോൾ കരപ്പൻ പണ്ടൊക്കെ ഉണ്ടായിരുന്നത്, ഇപ്പോൾ അത് കുറേ കുറഞ്ഞിരിക്കുന്നു. കാരണം അത് ആരോഗ്യം കൂടുതലാണ്. ആ ആളുടെ പ്രതിരോധശേഷി കുറഞ്ഞത് കൊണ്ടാണ്. ആ ശരീരത്തിൽ പലതും പ്രതിരോധശേഷി കുറഞ്ഞത് കൊണ്ടും ഇല്ലാതാവാം, നേരെ മറിച്ച് ശരീരം ശുദ്ധമാണെങ്കിലും ഇല്ലാതാവാം. എൻ്റെ അഭിപ്രായത്തിൽ ശരീരം ശുദ്ധമായതല്ല ഈ ആധുനിക കാലത്ത് കരപ്പൻ ഇല്ലാതിരിക്കാനുള്ള കാരണം. കരപ്പൻ ഉണ്ടാക്കാനുള്ള ശേഷി, ആ പ്രതിരോധ ശേഷിയും അതിനുള്ള ശേഷിയും ശരീരത്തിന് നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അതേപോലെ വസൂരി എന്ന് പറഞ്ഞത് വളരെ വലിയ ഒരു അടിച്ചു തൊടയാണ്. ശരീരത്തിലാകെ ഉണ്ടാവുന്ന വിഷവസ്തുക്കളെ, മാലിന്യങ്ങളെ, അടുക്കി വെച്ച വസ്തുക്കളെ പുറന്തള്ളുന്ന പ്രകൃതിയുടെ വളരെ ഉപകാരപ്രദമായ, ശരീരത്തിനും ജീവനും വളരെ ഉപകാരപ്രദമായ ശുദ്ധീകരണത്തിൻ്റെ ഒരു അടിച്ചു തൊടയുടെ രീതിയാണ് യഥാർത്ഥത്തിൽ വസൂരി. അതായത് എല്ലാ വേണ്ടാത്ത വസ്തുക്കളെയും പുറന്തള്ളുകയാണ്. നേരെ മറിച്ച് അത് ഭയന്നാലോ അത് അപകടമാവും. അതൊരു ഭീകര ഇതായി വെച്ചിട്ട് അയാളെ പരിപൂർണമായിട്ട് ഒറ്റപ്പെടുത്തി അയാൾക്ക് ഭക്ഷണം കൊടുക്കാതിരുന്നാൽ രോഗമായിട്ട് അയാൾ മരിച്ചു പോകും. അതാണ് ഉണ്ടായിരുന്നത്. അതാണ് ഈ ലോകത്ത് പലയിടത്തും ഉണ്ടായത് എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്ന ശരീരത്തിൻ്റെ പ്രതിരോധശേഷി തകർക്കാനാണ് നമുക്ക് പലപ്പോഴും കഴിഞ്ഞത്. അതുവഴി ഇന്നിപ്പോൾ നമുക്ക് ആർക്കും എന്തില്ല, വസൂരി ഉണ്ടാക്കാനുള്ള കഴിവ് നമ്മൾ പുതിയ തലമുറക്ക് തന്നെയില്ല. എന്തിന് വസൂരി വേണ്ട. നമുക്കിപ്പോൾ ഞാനൊക്കെ 1960കളിൽ ഞാൻ ചെറിയ കുട്ടിയാണ്. അന്ന് ഞാൻ യത്തീംഖാനയിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ മേലൊക്കെ ഊണിലുണ്ടായിരുന്നു. ഊണിലിങ്ങനെ പൊട്ടിക്കും. ഊണിലൊക്കെ ഒരിയായി പൊളയനുണ്ടാവും, ചെറിയ വെള്ളം ഉണ്ടാവും. ആ വെള്ളം ഇങ്ങനെ പൊട്ടിച്ച് കളയാൻ ഒരു സുഖമാണ്. ഒരു ചെറിയ ഒരു ചൊറിച്ചിലുള്ളതുകൊണ്ട് അത് പൊട്ടിക്കാനൊരു സുഖമായിരുന്നു. ആ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിച്ചെടുത്തിരുന്നു. ഇന്നിപ്പോൾ ഏതെങ്കിലും മനുഷ്യൻ്റെ മേൽ ഊണിൽ കാണാൻ പറ്റും? ഇല്ല. ഈ ഊണിലുണ്ടാവാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള പ്രകൃതിയുടെ ഒഴിവാക്കൽ, അതായത് ശരീരത്തിനെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയക്കുള്ള കഴിവ് ശരീരത്തിന് നഷ്ടപ്പെട്ടു. അതിൻ്റെ വലിയ രൂപമാണ് വസൂരി എന്ന് പറഞ്ഞത്. ഈ വസൂരി ഉണ്ടാക്കാനുള്ള കഴിവ് ഇന്ന് ശരീരത്തിന് ഇല്ലാതായിരിക്കുന്നു എന്നർത്ഥം. ഏതൊരു ശരീരത്തിനും വസൂരി ഉണ്ടായാലും നിങ്ങൾ ഭയപ്പെടേണ്ട. അതിനെ ഭയപ്പെടാതെ
കഴിയുന്നത്ര ആ സമയം ഈ ശരീരത്തിന് വിശ്രമം കൊടുത്ത് കഴിയുന്നത്ര കുറഞ്ഞ ഭക്ഷണം, ദഹിക്കുന്ന ഭക്ഷണം മാത്രം കൊടുത്ത് ഇരുത്തിയാൽ അയാൾ കൂടുതൽ ആരോഗ്യത്തോടു കൂടി, മാത്രമല്ല അയാളുടെ കണ്ണിനും മറ്റുള്ള എല്ലാ അവയവങ്ങൾക്കും കൂടുതൽ ആരോഗ്യത്തോടു കൂടി അയാൾക്ക് തിരിച്ചു വരാം. അതായത് പ്രകൃതിയുടെ രോഗങ്ങൾ എന്നതൊക്കെ തന്നെ പ്രകൃതിയുടെ ഭാഗമായിട്ട് പ്രകൃതി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതാണ്. അതിൻ്റെ പേരിൽ അതിനെ ഭയപ്പെട്ട് വെപ്രാളം കാണിച്ച് എന്ത് ചെയ്താലും അത് അപകടമായിരിക്കും. അതിൽ ഏറ്റവും അപകടം കുറഞ്ഞതായിരിക്കും ഈ പൂജയും ഈ അന്ധവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ പൂജാകർമ്മങ്ങളും മറ്റുമൊക്കെ നടത്തും. അതിന് ഒരു കോഴി അറക്കലോ അതിനൊന്നും ഒരു കുഴപ്പമില്ല. നേരെ മറിച്ച് അയാൾക്ക് എന്തെങ്കിലും വിഷങ്ങൾ കൊടുത്താൽ മാറുമെന്ന് വിചാരിച്ച് ഈ വിഷം അല്ലെങ്കിൽ തന്നെ ശരീരം ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ ആ സമയത്തൊരു വിഷം കൂടിയും കൊടുക്കുകയാണെന്ന് വിചാരിച്ചോളൂ, അത് കൂടുതൽ അപകടവും മരണം ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. ഇപ്പം ഇന്ന് എല്ലാ ആൾക്കാരും പറയാറുണ്ട്, ഇപ്പോൾ ഈ കോവിഡ് കാരണം മരിച്ചു എന്ന് പറഞ്ഞു. ഈ കോവിഡ് കാരണമാണോ മരിച്ചത്, അതോ ആ ആശുപത്രികളിൽ ഈ ആശുപത്രികളിൽ നിന്ന് അവർ ചാമ്പിയ കൊടുത്ത മരുന്നുകളാണ്? എങ്ങനെയൊക്കെ മരുന്നുകൾ കൊടുക്കുന്നത്, ഏതുകൊണ്ടാണ് മരിക്കുന്നതെന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതല്ല, ഇയാളെ ഭയപ്പെടുത്തിയിട്ടും ഭയം കൊണ്ടും ആൾ മരിച്ചെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മാനസികമായ ഭയം കൊണ്ട് ആൾ മരിക്കാം. പിന്നെ മരിക്കുന്നത് ഇങ്ങനെയുള്ള ഫിസിക്കലായിട്ടുള്ള അട്രോസിറ്റീസ്, വിഷം കാരണമാണ്. ഈ മരണപ്പെട്ടതൊക്കെ യഥാർത്ഥത്തിൽ മരിച്ചത് ആശുപത്രികളിലുള്ള അന്ധവിശ്വാസമുള്ള മനുഷ്യരെ അതിൻ്റെ മേൽ മരുന്ന്, ഔഷധം എന്ന പേരിൽ കൊടുത്ത വസ്തുക്കളാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തേതായിട്ട്, ഈ രോഗം ഭേദമാകുന്നത് ഔഷധങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ ശസ്ത്രക്രിയകൾ കൊണ്ടാണ്, അല്ലെങ്കിൽ ശാസ്ത്രീയ ഇടപെടലാണ് എന്ന വിശ്വാസമാണ് യഥാർത്ഥത്തിൽ അലോപ്പതിക്കും അല്ലെങ്കിൽ എല്ലാ ചികിത്സകർക്കും ഉള്ളത്. യഥാർത്ഥത്തിൽ രോഗം മാറ്റാൻ ഈ ഔഷധങ്ങൾക്ക് ഒരു കഴിവില്ല. അതേപോലെ ശസ്ത്രക്രിയക്കും കഴിവില്ല. അതാണ് മുറിച്ച് കളയാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല, രോഗം മാറ്റാനുള്ള കഴിവ് വരിക്കുന്നില്ല. ഏതെങ്കിലും ഒരു അവയവത്തിന് അസുഖം വന്നാൽ അത് മുറിച്ച് കളഞ്ഞാൽ അത് പോയി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിനുള്ള കാരണം അവിടെ തന്നെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ രോഗം പിന്നീട് വേറൊരു അവയവത്തിനും വരാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളുടെ പ്രമേഹ രോഗികൾക്ക് വിരൽ മുറിച്ച് കളഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലേക്ക് മുറിക്കേണ്ടി വരും. അതിനുള്ള കാരണം ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ. ഈ വിരൽ മുറിക്കാൻ പറഞ്ഞ ആൾക്കാരോട് അയാൾ വെറും 2 ആഴ്ച ഉപവസിച്ചാൽ മാറാവുന്നതേ, അതായത് അയാളുടെ വിരലിലുള്ള സെൻസേഷൻ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് വിരൽ മുറിക്കേണ്ടി വന്നത് പ്രമേഹക്കാർക്ക്. ആ സെൻസേഷൻ നഷ്ടപ്പെട്ടതിന് ശേഷം പോലും അയാൾ കുറച്ച് ദിവസം ഈ വേണ്ടാത്ത സാധനങ്ങൾ ഇൻപുട്ടായിട്ട് കൊടുക്കാതിരുന്നാൽ ശരീരം സ്വയം ഈ നെർവസ് സിസ്റ്റം രണ്ടാമത് റീഗെയിൻ ചെയ്യണമെന്ന് കാണാം. അത്രത്തോളം എളുപ്പമുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഒരു ലോകത്തുള്ള ഒരു മരുന്നും കൊടുക്കണ്ട. ശരീരത്തിന് സ്വയം ഇതുണ്ടാക്കിയ ഈ ശരീരത്തിന് തന്നെ ഇത് സ്വയം രണ്ടാമത് ഇപ്പോൾ നഷ്ടപ്പെട്ട ആ സെൻസേഷൻ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നർത്ഥം. അത് ഈ ശരീരത്തിന് തന്നെ കഴിയും. അതിന് എന്താ വേണ്ടുള്ളൂ? ഒന്നും ചെയ്യാതിരിക്കുക വേണ്ടത്. ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ പ്രകൃതിയുടെ ചികിത്സയിൽ എന്താണ്, ഇത് പ്രകൃതിയുടെ താളമാണ്. പ്രകൃതിയുടെ താളം കൊണ്ടാണ് നമുക്ക് പ്രമേഹം ഉണ്ടാവുന്നതും പ്രമേഹം കൂടുതൽ കാലം മരുന്നുകൾ കഴിക്കുന്നതോടു കൂടിയാണ് നമ്മളെ കാലിലും വിരലിലും ഒക്കെ ഉള്ള സെൻസേഷൻ നഷ്ടപ്പെടും. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒന്ന് മരുന്ന് നിർത്തുക, രണ്ടാമത് പ്രമേഹം ഉണ്ടാവാനുള്ള ഇൻപുട്ട് അല്ലെങ്കിൽ ഭക്ഷണം കുറക്കുക, ആ ഭക്ഷണം നിർത്തുക. അതിനെന്താ വേണ്ടത്? നിങ്ങളൊരു പ്രയാസമില്ല. നിങ്ങളിപ്പോൾ
എത്രയോ കാലം 2500 കൊല്ലം മുമ്പ് ബുദ്ധൻ്റെ സന്യാസിമാർക്ക്, ബുദ്ധ ഭിക്ഷുക്കൾക്ക് നിശ്ചയിച്ചു കൊടുത്ത ഒരു ഭക്ഷണ രീതിയുണ്ട്. ഉച്ച വരെ ഭക്ഷണം കഴിക്കാം, ഉച്ചയ്ക്ക് ശേഷം, അതായത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയും. അങ്ങനെ നിങ്ങൾ ഒരു മാസം നിങ്ങളെ ഏറ്റവും വിരലും മുറിക്കണം എന്ന് പറയുന്ന പ്രമേഹ രോഗികൾ പോലും ഒരു മാസം ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് നടത്തുക. മാത്രമല്ല അത് കഴിയുന്നത്ര നല്ല ഭക്ഷണവും കഴിക്കുക. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് നടത്തുന്ന ആൾ ഭക്ഷണം കൂടി കൂടുതൽ സങ്കീർണമല്ലാത്ത സാധാരണ കഞ്ഞിയും അല്ലെങ്കിൽ പിന്നെ കുറഞ്ഞ പച്ചക്കറി, അതായത് പെട്ടെന്ന് ദഹിക്കുന്ന വസ്തുക്കൾ, പഴങ്ങൾ മാത്രം കഴിച്ചു നോക്കിയേ. ഒരിക്കലും ആൾ മരിക്കില്ല എന്ന് മാത്രമല്ല, ഈ പ്രമേഹമൊക്കെ അല്ലെങ്കിൽ ഇതൊക്കെ റീഗെയിൻ ചെയ്യണമായിട്ട് കാണാം, പ്രമേഹം ഇല്ലാതാവുന്നത്. ഇത്രയും എളുപ്പത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്കാണ് അതിസങ്കീർണമായ മരുന്നുകൾ, അത് യൂറോപ്പിൽ നിന്ന് വരുത്തിയ ഇൻസുലിൻ, ഇതൊക്കെ കൊടുത്തിട്ട് അവസാനം കിഡ്നി വരെ തകരാറിലാക്കി, കിഡ്നിക്കും പിന്നെ ഡയാലിസിസ് ചെയ്ത് പിന്നെ കിഡ്നി തന്നെ മാറ്റി വെക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നതാണ് ആധുനിക ചികിത്സ എന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാം. നേരെ മറിച്ച് ഈ പാശ്ചാത്യ പ്രജാവിദ്യാഭ്യാസം ഉണ്ടല്ലോ, പ്രജാവിദ്യാഭ്യാസം കിട്ടി പാശ്ചാത്യരാൽ മസ്തിഷ്ക പ്രാക്ഷാളനം നടത്തപ്പെട്ടവർക്ക് ഒരിക്കലും പാശ്ചാത്യരുടെ ഇത് ശാസ്ത്രീയമാണ്, അതില്ലാതെ അതിലപ്പുറം ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്നവരോട് എനിക്ക് ഒന്നും പറയാനില്ല. പിന്നെ ഒന്നാമതായത് ഈ രോഗങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഓരോ വ്യത്യസ്തങ്ങളായ അവയവങ്ങളുണ്ട്. ഓരോ അവയവങ്ങളും വ്യത്യസ്തങ്ങളാണ് എന്ന് തന്നെ പറയാം. മാത്രമല്ല അതിൻ്റെ കെമിക്കൽ ഈ ബയോകെമിക്കലായിട്ടുള്ള വ്യത്യാസം അതിനുണ്ട്. അപ്പോൾ എല്ലാ ടിഷ്യൂകളും വ്യത്യസ്തമാണ്. പല ടിഷ്യൂകളും അതിൻ്റെ മൈറ്റോസിസും പ്രകാരം സെൽ വിഭജനം നടക്കുന്നത് വ്യത്യസ്ത കാലങ്ങളിലാണ്. എങ്കിൽ പോലും ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരേ സാധനം വെച്ചിട്ടാണ് എന്താണ് നമ്മളെ ഭക്ഷണം. ഈ ഭക്ഷണമല്ലാത്ത മറ്റൊന്നും അതിനാവശ്യമില്ല. എന്തിന്? ഈ 10-28 തരം 10-30 തരം വ്യത്യസ്ത സെല്ലുകൾ ഉണ്ടാക്കാൻ ആകെ ഭക്ഷണം മാത്രം മതി. അതിനെ ഉണ്ടാക്കാനും അതിനെ പിന്നീട് കോശവിഭജനത്തിലൂടെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനൊക്കെ ഉള്ള കഴിവ് നമ്മളെ ശരീരത്തിനുണ്ട്. അത് ഒരു ഗർഭപാത്രത്തിൽ വെച്ചിട്ട്, അതായത് സ്ത്രീയുടെ ശരീരത്തിനുണ്ട് എന്നതാണ് സത്യം. നേരെ മറിച്ച് ഈ പ്രകൃതിയുടെ ചികിത്സയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ശരീരം ആകെ ഒന്നാണ്, ഒറ്റ യൂണിറ്റായിട്ടാണ് പറയുന്നത്. ഒരു തരം കോശങ്ങളേ ഉള്ളൂ എന്നർത്ഥം. അതായത് അതിൻ്റെ ഘടന ഒക്കെ ഒന്നാണ്. വ്യത്യസ്ത അടുക്കും ചിട്ടയിൽ വ്യത്യസ്തമായിട്ട് ആകൃതിയിലാണ് എങ്കിൽ പോലും അതിന് ഉപയോഗിക്കുന്ന മൗലിക ഘടന പദാർത്ഥങ്ങൾ ഒന്ന് തന്നെയാണ്. എന്താണത്? അതുണ്ടാക്കാൻ നമ്മളെ ഭക്ഷണം മാത്രം മതി എന്നതാണ്. പിന്നെ ഈ രോഗങ്ങൾക്കുള്ള കാരണത്തെക്കുറിച്ചിട്ട് ഉള്ള താരതമ്യം പറയുകയാണെങ്കിൽ ഈ അലോപ്പതി അല്ലെങ്കിൽ ആധുനിക ചികിത്സയിൽ പല കാരണങ്ങളാണ്. പരിശോധിച്ചാൽ അറിയാം, വിദഗ്ധനാണ് ഇതിൻ്റെ പറയേണ്ടത്. അതായത് ഓരോ അവയവത്തിനും വ്യത്യസ്ത ഡോക്ടർമാരെ വെച്ച് വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത സെല്ലുകൾ വ്യത്യസ്ത ടെസ്റ്റുകൾ നടത്തിയാലാണ് അതിൻ്റെ രോഗം എന്താണെന്ന് മനസ്സിലാവുക. അങ്ങനെ അപ്പോൾ വിദഗ്ധനാണ് അതൊക്കെ തീരുമാനിക്കേണ്ടത്. അങ്ങനെ വിദഗ്ധരുടെ ഒരു തീരുമാനം, അതായത് പഴയ പുരോഹിതന്മാരെ നിങ്ങൾ ഓർക്കുക. ദൈവത്തിൻ്റെ ഏജൻറ്റുമാരായിരുന്ന പുരോഹിതന്മാർക്ക് പകരം ഇന്ന് ഡോക്ടർമാരാണ്, അവരുടെ വ്യത്യസ്ത ചികിത്സകരാണ് എന്ന അർത്ഥം. അതിൻ്റെ ഒരു പുതിയ അവതാരങ്ങളാണ് ഈ
അപ്പോൾ അതുവഴി എന്നുള്ള കാര്യം എന്താ വെച്ചാൽ ഈ രോഗങ്ങൾ എന്നത് യഥാർത്ഥത്തിൽ മാർക്കറ്റിൽ ഒരു ചരക്കായി. ഏറ്റവും കയ്യിൽ പൈസ ഉള്ളവന് വലിയ മാർക്കറ്റിൽ പോയിട്ട് നല്ല ആരോഗ്യം അവിടുന്ന് വാങ്ങാം എന്ന അവസ്ഥയായി നടത്തും. അങ്ങനെ രോഗത്തെ ശരിക്കും ഒരു വിൽപ്പനച്ചരക്കായി മാത്രമല്ല, അങ്ങനെയുള്ള ഈ രോഗം എന്നത് ഒരു ആഗോള വ്യവസായത്തിൻ്റെ ഭാഗമായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഇതിൽ തന്നെ നിങ്ങൾ കണ്ടില്ലേ, 4 പൈസ അല്ലെങ്കിൽ 4 പൈസ ഉള്ള ഒരു സാധനം, 4 പൈസ അല്ലെങ്കിൽ 4 രൂപക്ക് ഇന്ന് നമ്മളെ ഗവൺമെൻറ് കൊടുക്കുന്ന, അതായത് അതിൻ്റെ ഇടനിലക്കാരെ ഒഴിവാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു വസ്തുവിന് 100 രൂപയാണ് മാർക്കറ്റിലെ വില. അതേപോലെ 7 പൈസ ഉള്ളതും 100 രൂപ, 7 പൈസ ഉള്ളതിന് 1 രൂപ വിലയുള്ളൂ. അങ്ങനത്തെ ഒന്നിപ്പോൾ ഗവൺമെൻറ് തന്നെ, നമ്മളെ ഈ കേരള ഗവൺമെൻറ് തന്നെ സാധാരണക്കാരന് ആ ഔഷധം കിട്ടാനായിട്ട് നേരിട്ട് കൊടുക്കുന്നു. അതിനെന്തേ ഉള്ളൂ, അതിൻ്റെ ലാഭമൊക്കെ എടുത്തിട്ട് പോലും 4 പൈസക്ക് ഗവൺമെൻറ്റിന് കൊടുക്കാൻ കഴിയുന്നു എന്നർത്ഥം. അപ്പോൾ അത് സ്വയം ഉണ്ടാക്കുകയാണെങ്കിലും അതിലും കുറഞ്ഞ വിലക്ക് അത്രത്തോളം ചൂഷണം നടക്കുന്ന ഒരു മേഖലയാണ് യഥാർത്ഥത്തിൽ രോഗചികിത്സ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അലോപ്പതിയും ആയുർവേദവും യൂനാനിയും ഒന്നും വ്യത്യസ്തമല്ല. പക്ഷേ അലോപ്പതിയും ആയുർവേദവും തമ്മിലുള്ള വ്യത്യാസം, ആയുർവേദത്തിന് കുറച്ചും കൂടിയും ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാലപരിശോധന നടത്തിയ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വിഷങ്ങൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം കാലം പരിശോധനകൾ കൊണ്ട് നൂറ്റാണ്ടുകളായിട്ട് ചെയ്ത ഒരു കാര്യം ആണ് അന്ന് അങ്ങനെ ചെയ്തതായതുകൊണ്ട് അതിൻ്റെ റിയാക്ഷൻ വളരെ കുറവായിരിക്കും. നേരെ മറിച്ച് മറ്റേത് ഇവിടെ ഇന്ന് സയൻറ്റിഫിക് ആയിട്ടുള്ള കുറേ റിസർച്ചും ഗവേഷണവും നടത്തിയിട്ടുള്ള കുറേ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ഡാറ്റ കൊണ്ട് ഉരുത്തിരിഞ്ഞു വന്ന മരുന്നുകളാണ് ഇന്ന്, ഔഷധങ്ങളാണ് ഇന്ന് അലോപ്പതിക്കാരുണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നേരെ മറിച്ച് ഈ ലോകത്തിൻ്റെ കാരണങ്ങൾ പറഞ്ഞു. നേരെ മറിച്ച് ഈ പ്രകൃതിയുടെ ചികിത്സയിൽ കാരണം ആകെ ഒരൊറ്റൊന്നുള്ളൂ. അതെന്താണ്? ഇൻപുട്ട്. നമ്മളെ സിസ്റ്റം, നമ്മൾ ഈ ശരീരം എന്ന ഈ യൂണിറ്റിലേക്ക് എന്താണ് പുറത്തുനിന്ന് വരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. പുറത്തുനിന്ന് നമ്മളെ ഈ അന്തരീക്ഷത്തിൽ അതിൻ്റെ ഭാഗമാണ് നമ്മളെ ഈ ശരീരം. ഈ ശരീരത്തിൻ്റെ ഈ ജീവൻ്റെ ആന്തരിക ഘടനയാണ് നമ്മളെ ശരീരം. ബാഹ്യഘടനയാണ് ഈ അന്തരീക്ഷം. ഈ അന്തരീക്ഷവും നമ്മളെ ശരീരവും തമ്മിലുള്ള നിരന്തരമായ ഒരു വിനിമയം ആണ് ഇതിൻ്റെ ജീവൻ നിലനിർത്തുന്നത്. എപ്പോൾ വിനിമയം നിൽക്കണോ അപ്പോൾ ജീവൻ ഇല്ലാതാവും. അപ്പോൾ അതിന് ആദ്യം നിരന്തരമായി വേണ്ട ഒന്ന് വായുവാണ്. ഈ വായു, പിന്നെ ജലമാണ്, പിന്നെ ഭക്ഷണമാണ്. ഈ 3 സാധനം ഉണ്ടെങ്കിൽ ഈ ശരീരം ഒരു 10-100 കൊല്ലം സുഖമായിട്ട് ഇരിക്കും. ഇതിലെന്തെങ്കിലും ഒന്ന് വേണ്ടാത്തതും ശരിയല്ലാത്തതും വിഷവുമാണോ, അപ്പോൾ ഈ ശരീരം തന്നെ അതിനെ പ്രതികരിക്കുന്നു. അതാണ് രോഗങ്ങളാകുന്നത് അർത്ഥം. അപ്പോൾ അത് ഒന്നാണ്. പിന്നെ ഈ മനുഷ്യൻ്റെ ഭാഷ എന്ന ഉപകരണം ഉണ്ടാക്കിയതോടുകൂടി മനുഷ്യന് വേറൊന്നുണ്ട്, ഇല്ലാത്തതും ഒരു ആത്മീയ തലം കൂടി ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഈ ഭാഷ കൊണ്ടാണ് നമുക്ക് ആത്മീയ തലം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ആത്മീയ പ്രപഞ്ചം തന്നെ, സ്വപ്നങ്ങളുടെ പ്രപഞ്ചം, ആശയങ്ങളുടെ പ്രപഞ്ചം, അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ നമ്മളെ മനസ്സിനും ഒരു വലിയ പരിധി വരെ കഴിയുന്നത്. അപ്പോൾ ഈ മനസ്സും ശരിയല്ലെങ്കിൽ, അതായത് നീ തൊലഞ്ഞു പോട്ടെ എന്ന് ദൈവം പറഞ്ഞു എന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ ദൈവത്തിൽ വിശ്വാസമുള്ളതിന് തൊലഞ്ഞു പോകും. അത് രോഗമായിട്ട് തന്നെ വരുന്ന അർത്ഥം. അതേപോലെ
അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം ഈ ഇൻപുട്ട് അല്ലെങ്കിൽ അകത്തേക്ക് എടുക്കുന്ന ശുദ്ധവായു, ശുദ്ധജലം, ഭക്ഷണം, ഇതിൽ അപാകത ഉണ്ടാകുമ്പോൾ, ഇത് ആവശ്യത്തിൽ കൂടുതലാവുമ്പോൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ പല വസ്തുക്കളും പുറന്തള്ളാൻ ശരീരത്തിൽ നിന്ന് കഴിയും. ചില വസ്തുക്കൾ, അതായത് ഉദാഹരണമായിട്ട് പിന്നെ പ്രോട്ടീൻ അല്ലെങ്കിൽ കഫ ഉണ്ടാക്കുന്ന വസ്തുക്കളൊന്നും പുറന്തള്ളാതെ അതിനെ അതിന് പുറന്തള്ളാൻ അവസരം കിട്ടാത്തുമ്പോൾ അത് സംഭരിച്ചു വെക്കും. ഈ സംഭരിച്ചു വെക്കുന്നത് ഭക്ഷണം ഇല്ലാത്ത സമയത്ത് അതിന് രണ്ടാമത് ആക്കി മാറ്റാനുള്ള കഴിവും കൂടി ഈ ശരീരത്തിനുണ്ട്. അപ്പോൾ നേരെ മറിച്ച് നിരന്തരം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് കുമ്പയായിട്ടും ആദ്യമൊക്കെ രക്തധമനികളിലും കുടലുകളിലും മറ്റൊക്കെ തന്നെ നിൽക്കുമെങ്കിൽ പോലും പിന്നീട് അതിങ്ങനെ പലയിടത്തും ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് കുടവയറും പിന്നെ ഒബീസിറ്റി അല്ലെങ്കിൽ തൂക്കം, ആവശ്യത്തിൽ കൂടുതലുള്ള തൂക്കമൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുന്നവരൊക്കെ തന്നെ ഈ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒരു പ്രകൃതിയുടെ സൂചനകളാണ്. നിങ്ങൾ കഴിക്കുന്ന ആഹാരം കൂടുതലാണ് എന്ന സൂചനയാണ് അമിതമായ ഭാരം എന്നുള്ളതൊക്കെ നിങ്ങൾ ഓർക്കുക. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് യഥാർത്ഥത്തിൽ ആധുനിക ചികിത്സ എന്ന പാശ്ചാത്യ ചികിത്സയെ അല്ലെങ്കിൽ പാശ്ചാത്യ വിദ്യാഭ്യാസത്തെ, പാശ്ചാത്യ സംസ്കാരത്തെ യഥാർത്ഥത്തിൽ അതിനെ അതേപടി നമ്മൾ ഇവിടെ പറിച്ച് നടുകയാണെങ്കിൽ അത് നമ്മുടെ സംസ്കാരത്തിന് പറ്റിയതല്ല. അത് വേരില്ലാത്ത ഒരു വടവൃക്ഷം പോലെയാകുകയുള്ളൂ എന്നാണ് ഈ ഡോക്ടർ അർക്കിന എന്ന് പറയുന്ന ആഫ്രിക്കൻ ഡോക്ടർ, അവരിപ്പോൾ രാഷ്ട്രീയത്തിലുണ്ട്, പണ്ട് ന്യൂയോർക്കിൽ ഡോക്ടറായിരുന്നു. എന്തായാലും അവർ പറഞ്ഞു നിർത്തും. അവർ പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്നതൊക്കെ തന്നെ മിസ് എഡ്യൂക്കേഷനാണെന്നാണ്. കൊളോണിയൽ പവേഴ്സിന് മിസ് എഡ്യൂക്കേറ്റ് ചെയ്യാൻ, അതായത് ഈ കോളനികളിലെ മനുഷ്യരെ മിസ് എഡ്യൂക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ആ മിസ് എഡ്യൂക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ ഭാഗമാണ് നമ്മൾ ഇന്നും ഈ കൊളോണിയൽ യജമാനന്മാരാണ് വലിയ ആൾക്കാർ, അവരാണ് മുഴുവൻ ശരി, അവരാണ് ഏറ്റവും കൂടുതൽ നല്ല മനുഷ്യർ, ശുദ്ധ മനുഷ്യർ എന്ന് വിചാരിക്കുകയും അവർ ചെയ്ത അട്രോസിറ്റീസൊക്കെ തന്നെ, അവർ ചെയ്ത മനുഷ്യാധമ പ്രവർത്തനങ്ങൾ, പൈശാചിക പ്രവർത്തനങ്ങളൊക്കെ തന്നെ വലിയ കാര്യമായിട്ട് അതൊക്കെ നല്ല ഓർക്കുക. 1880 മുതൽ 1920 വരെയുള്ള 40 കൊല്ലം 14.5 കോടി ജനങ്ങൾ, 145 മില്യൺ ജനങ്ങളെ കൊന്ന വിഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ വെറും ഇംഗ്ലീഷുകാരൻ മാത്രം. ഇതേ രീതിയിലുള്ള മനുഷ്യാധമ പൈശാചിക പ്രവർത്തനം ആണ് യഥാർത്ഥത്തിൽ ഈ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കൾ ലോകത്തിന് നൽകിയത്. ആ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കൾ ചെന്നായി അല്ല, ആടാണ് എന്ന് നമ്മളെ തോന്നിപ്പിക്കാനാണ് നമ്മളെ ഈ മിസ് എഡ്യൂക്കേഷൻ നടത്തിയത് എന്നാണ് ഈ ഡോക്ടർ അർക്കിന എന്ന ആഫ്രിക്കൻ ഡോക്ടർ തന്നെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത്. ഞാൻ എന്നതാണ് കണ്ടത്. എന്തായാലും നമ്മളെന്തായാലും അതാണ് മാറ്റേണ്ടത്. അല്ലാതെ അതിൽ ഒരു ചെറിയ കാര്യം, ആ മരത്തിൻ്റെ പിന്നെ കമ്പ് ആണ് നല്ലത്, അല്ലെങ്കിൽ ആ ഇല നന്നില്ല, അല്ലെങ്കിൽ പിന്നെ
തടി കൊള്ളാം, തടി തന്നില്ല എന്ന് പറയല്ല വേണ്ട. ആ മരത്തിനെ ഒന്നായിട്ട് മാറ്റാതെ ഈ മൂന്നാം ലോക രാജ്യങ്ങൾ അവരുടെ സംസ്കാരത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് സ്വാഭാവികമായി ഉരുത്തിരിഞ്ഞു വരുന്ന, വികസിച്ച് വരുന്ന ഒരു ദർശനത്തിലൂടെയല്ലാതെ, ഒരു രാഷ്ട്രീയ പദ്ധതിയിലൂടെയല്ലാതെ ഈ രോഗം, ഈ വിദ്യാഭ്യാസവും അതേപോലെ തന്നെ ചികിത്സാ രീതിയും ശരിയായ രീതിയിൽ ശാസ്ത്രീയമായിട്ട് വികസിക്കാൻ കഴിയില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത് വളരെ വലിയ ഒരു വിഷയമാണ്, വളരെ ദീർഘമായ സങ്കീർണമായ ഒരു വിഷയമാണ്. അതിൻ്റെ ജിസ്റ്റ് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിലെ ഓരോ വാക്കുകളും ഓരോ ആശയങ്ങളും വളരെ കൂടുതൽ ചർച്ചയും വളരെ കൂടുതൽ വിശദീകരണവും വളരെ കൂടുതൽ അടിത്തറയും ഉണ്ടാവേണ്ടതാണ്. അതനുസരിച്ച് ഇത് പറയാൻ പാടുള്ളൂ എന്നറിയാം. പക്ഷേ അതിന് നമുക്ക് സമയമില്ലാത്തതുകൊണ്ടും നമ്മൾ ഈ അതായത് വെള്ളക്കാരനെ അനുസരിച്ച് വെള്ളക്കാരുടെ സംസ്കാരത്തിലൂടെ നീങ്ങുന്നതോടുകൂടി വെള്ളക്കാരൻ്റെ വിദ്യാഭ്യാസവും വെള്ളക്കാരൻ്റെ കൃഷിയും വെള്ളക്കാരൻ്റെ ആരോഗ്യ സംരക്ഷണവും നമ്മൾ സ്വീകരിക്കുന്നതോടുകൂടി നമ്മൾ ഒരിക്കലും യഥാർത്ഥ പുരോഗതിയിലേക്ക് വരാൻ കഴിയാത്ത രീതിയിൽ മാനസികമായി മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെട്ട അടിമകളായി നിലനിൽക്കേണ്ടി വരും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും വലിയ കാര്യങ്ങൾ ഞാൻ പറയാൻ ശ്രമിച്ചത്. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.